ഞാൻ അടുത്ത കാലത്തൊന്നും ഒരു ട്രെയിലറോ അല്ലെങ്കിൽ ആ ട്രെയിലറിന്റെ പോസ്റ്ററോ കണ്ടിട്ട് ഞെട്ടിയിട്ടില്ല. എൻ്റെ പൊന്നെ കിടിലം. ഇത്രയധികം പ്രതീക്ഷയില്ല. ഞാൻ വിചാരിച്ചു ആ ഒരു ടീസർ പോലത്തെ ഒരു ലൈക്ക് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിലായിരിക്കും ആ ഒരു ട്രെയിലർ വരുന്നത്. ഇതിന്റെ വിഷ്വലും ആ മ്യൂസിക്കും ക്യാരക്ടേഴ്സും ആ ഒരു സ്റ്റോറി ടെല്ലിങ്ങും എൻ്റെ മോനെ ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ആൻഡ് ആ ഒരു ട്രെയിലർ ഫുൾ കണ്ടിട്ട് എനിക്ക് ഒരു ടൈം ലൂപ്പ് പോലെ ആയിരിക്കാം ആ ഒരു രണ്ട് ക്യാരക്ടേഴ്സ്, ഇപ്പോൾ അർജുൻ അശോകന്റെയും സിദ്ധാർത്ഥിന്റെ രണ്ട് ക്യാരക്ടേഴ്സ് പകിട പകിട എന്ന് പറയുന്ന ആ ഒരു ഗെയിം ഉണ്ടല്ലോ, ലൈക്ക് ചെസ് പോലെയാണ്. അതിങ്ങനെ പകിട പകിട എന്ന് പറഞ്ഞിടും, ലൈക്ക് അതിന്റെ ഒരു പ്ലേ പോലെ ആ വീടിൻ്റെ തന്നെ പോയി ട്രാപ്പ് ആവും. കാരണം ആ ഒരു പകിട പോലത്തെ ഒരു ഗെയിം അവർ സോൾവ് ചെയ്താൽ അല്ലെങ്കിൽ ആ ഒരു മിസ്റ്ററി സോൾവ് ചെയ്താൽ മാത്രമേ അവർക്ക് പുറത്തു വരാൻ പറ്റും. അങ്ങനത്തെ രീതിയിലാണ് ഞാൻ ഡീകോഡ് ചെയ്യല്ല, പക്ഷേ ആ ഒരു ട്രെയിലർ കണ്ടിട്ട് എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങളാണ്. കാരണം ആ ഒരു ട്രെയിലർ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. അർജുൻ അശോകൻ റിപ്പീറ്റ്ലി ഡയലോഗ്സ് പറയുന്നുണ്ട്. ആ ഒരു ഗെയിമിന്റെ കാര്യം പറയുമ്പോൾ മനയുടെ അകത്താണ് അർജുൻ അശോകൻ, പിന്നീട് പുറത്ത് എവിടെയെങ്കിലും കിടക്കും, പിന്നീട് എണീറ്റ് ആ ഒരു മനയിലോട്ട് വരും. സോ റിപ്പീറ്റ്ലി ലൂപ്പ് പോലെ നടക്കുന്ന ഒരു സ്റ്റോറി ആയിരിക്കും ഈ രണ്ട് ക്യാരക്ടേഴ്സും ആ മനയിലോട്ട് പോകുന്നതും. ആ മനയിലോട്ട് പോകുന്ന ലൂപ്പ് ബ്രേക്ക് ചെയ്യാനായിരിക്കും സ്റ്റോറി. ആൻഡ് മമ്മൂക്കയുടെ ക്യാരക്ടേഴ്സ് ജീവിച്ചിരിപ്പുള്ള ആളാണോ മരിച്ചത് ആളാണോ എന്നൊരു ഡൗട്ട് ഉണ്ട്. കാരണം ഒരു ഫോട്ടോ കാണിക്കുന്നുണ്ട് മമ്മൂക്കയുടെ, ലൈക്ക് ആ ഒരു ലൈക്ക് ഒരു എന്താ പറയുക ഗോഡൗൺ പോലെ സ്ഥലത്ത് പഴയ ഒരു ഫോട്ടോയാണ്. ആ ഒരു ഫോട്ടോ തീർത്തുന്നുണ്ട്. അതും സോ മരിച്ച ഒരാളായിരിക്കാം അല്ലെങ്കിൽ ആ ഒരു ഏജിലിരിക്കുന്ന ആളായിരിക്കാം. സോ മരിച്ചതിന് ശേഷം ഇങ്ങനത്തെ ഒരു മിസ്റ്ററി ക്രിയേറ്റ് ചെയ്യും അല്ലെങ്കിൽ ലൂപ്പ് പോലത്തെ ഒരു കാര്യം ക്രിയേറ്റ് ചെയ്ത് ആ ഒരു മനയിൽ തന്നെ നിൽക്കുന്ന ഒരു ക്യാരക്ടറായിട്ടായിരിക്കാം. സോ എന്തൊക്കെയായാലും ഒരു സീനും ഇല്ല. ട്രെയിലർ കണ്ടപ്പോൾ തന്നെ ഒരു കാര്യം മനസ്സിലായി. നമ്മുടെ മൈൻഡ് സെറ്റിൽ അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കും ആ ഒരു മൂവി, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ജോണർ ആയിരിക്കും ആ മൂവി സംസാരിക്കുന്നതൊക്കെ നമ്മുടെ മൈൻഡ് സെറ്റിൽ ഓൾറെഡി സെറ്റ് ചെയ്ത് കാണും. സോ അതൊക്കെ കംപ്ലീറ്റ്ലി ബ്രേക്ക് ചെയ്തിട്ടുള്ള ഒരു വേറെ ജോണറിൽ സംസാരിക്കുന്ന മൂവി ആയിരിക്കും. ഓഫ്കോഴ്സ് ഒരു ഹൊറർ ത്രില്ലർ മൂടി തന്നെ പോകുന്നത്. ആൻഡ് ഞാൻ ഏറ്റവും കൂടുതൽ ഞെട്ടിയത് മമ്മൂക്കയുടെ ക്യാരക്ടർ പ്രസന്റേഷൻ തന്നെയാണ്. അത് ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ തൊട്ട് ഞാൻ ഫുള്ള് ഞെട്ടിയിരിക്കുകയാണ്. ഞാൻ മാത്രമല്ല എല്ലാവരും. ആ ഒരു ചിരിയായാലും ആ ടീസർ വന്നതായാലും ആ ഒരു ഡയലോഗ് മോഡുലേഷൻ എല്ലാം പൊളിയായിരുന്നു. ആൻഡ് ഞാൻ ഏറ്റവും കൂടുതൽ ഞെട്ടിയത് ഇതിൽ അവസാനത്തെ ഒരു 2-3 സെക്കൻഡ് മമ്മൂക്കയുടെ ഒരു ചിരി. ഇത്രയും വർഷത്തെ കരിയറിൽ നമുക്ക് ഇങ്ങനെ ചിരിക്കുന്ന കാരണം ഞാൻ കണ്ടിട്ടില്ല. ലൈക്ക് ഇപ്പം പഴയ മൂവീസിലൊക്കെ ആണെങ്കിലും ആ ഒരു ഡെവിലിഷ് ചിരിയൊക്കെ ഉണ്ട്, ഇല്ല എന്നല്ല, പക്ഷെ ഇത് ഒരു എക്സ്ട്രീം ആയിട്ട് നമ്മളിങ്ങനെ ഞെട്ടിപ്പോയി. ഞാനൊക്കെ ഓക്കെ ഫൈൻ ടീസറിൽ കാണിക്കണ്ടല്ലോ ആ ഒരു തീ ഇങ്ങനെ അടയ്ക്കുന്നത്, ഓക്കെ ഞാൻ വിചാരിച്ചു ഓക്കെ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കാണും, ഇല്ലാതിരിക്കത്തില്ല. കാരണം ബർമയൊക്കെ ട്രൈറ്റിൽ എഴുതി കാണിച്ചതിന് ശേഷം എന്തെങ്കിലും ഒരു സീൻ കാണിക്കും. പക്ഷെ ഇത് വാസ് ലൈക്ക് എൻ്റെ മോനെ കിട്ടില്ല സാധനമായിരുന്നു, ഒരു രക്ഷയില്ലാത്തതായിരുന്നു. പിന്നീട് എടുത്തു പറഞ്ഞ കാര്യം വെച്ചാൽ ഈ ഒരു മൂവിയുടെ വിഷ്വൽസും ആ ഒരു മേക്കിങ്ങും ഒരു രക്ഷയില്ല. എല്ലാ വിഷ്വൽസും അല്ലെങ്കിൽ ഓരോ ഫ്രെയിംസ് ഒക്കെ എന്ത് കിടിലാണെന്ന് അറിയാം. അതും ആ ഒരു മ്യൂസിക് ആ വിഷ്വലൊക്കെ ബ്ലെൻഡ് ചെയ്ത് പോകുന്ന ഓരോ സീൻസും പൊളിയായിരുന്നു. ആൻഡ് ആ ഒരു ട്രെയിലർ തുടങ്ങുമ്പോൾ ഒരു സീൻ ഉണ്ടല്ലോ അർജുൻ അശോകൻ്റെ, സത്യം പറയാം ആ ഒരു സീനൊക്കെ ഞാൻ കണ്ടപ്പോൾ നൈസായിട്ട് ഞാൻ ആ ഓളിയൊന്നും ചെറുതായിട്ടൊന്ന് കുറച്ചായിരുന്നു. എന്തിനാണ് ഒരു ആവശ്യമില്ലാത്തൊരു പേടി. അതൊക്കെ അത്ര കിടിലായിട്ടാണ് ആ ഒരു എൻ്റയർ ട്രെയിലറിൽ വന്നിരിക്കുന്നത്. ആ ഒരു സീൻ മാത്രമല്ല, ആ ഒരു ട്രെയിലർ വന്നു പോയിട്ടുള്ള എല്ലാ സീക്വൻസും അടിപൊളിയായിരുന്നു. ഒരു 2 മിനിറ്റുള്ള ട്രെയിലറിൽ തന്ന ഒരു ഫീൽ ഇങ്ങനെയാണെങ്കിൽ ആ ഒരു എൻ്റയർ മൂവി എങ്ങനെയായിരിക്കും ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കാം. ആൻഡ് മമ്മൂക്കയുടെ കാര്യം പിന്നെ പറയണ്ട. ആ ക്യാരക്ടർ എന്താണെന്ന് അവസാനത്തെ ഒരു 3-4 സെക്കൻഡിൽ മമ്മൂക്ക കാണിച്ചിട്ടുണ്ട്. ആദ്യമൊക്കെ ചെറിയ ഡയലോഗ് പറഞ്ഞ് ഇങ്ങനെ ചിരിച്ചൊക്കെ നിൽക്കുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ആ ക്യാരക്ടർ എന്താണ് അല്ലെങ്കിൽ ക്യാരക്ടർ എന്തുമാത്രം ഡെവലാണെന്നൊക്കെ ആ ഒരു ഒറ്റ ചിരിയിൽ കിട്ടില്ലായിരുന്നു. ഞാൻ ആ ഒരു സീക്വൻസ് എത്ര വർഷം റിപ്പീറ്റ് അടിച്ചെന്ന് അറിയത്തില്ല. കാരണം ആ ഒരു സൂം ഷോട്ട് മമ്മൂക്കയുടെ ചിരിയും ആ ഒരു കളറിങ്ങും രക്ഷയില്ല എന്ന് പറഞ്ഞാൽ മാൻ വേറെ ലെവൽ ഓഫ് എക്സ്പീരിയൻസ് ആയിരുന്നു. സോ എന്തായാലും എല്ലാവരും മൂവി പോയി കണ്ടു നോക്കുക. മമ്മൂക്ക ഓൾറെഡി പറഞ്ഞ പോലെ ഒരു എക്സ്പെക്ടേഷൻസ് ഒന്നും തന്നെ വെക്കേണ്ട. ഒരു സിമ്പിൾ ആയിട്ടുള്ള മൂവി കാണാൻ പോകുന്ന ഒരു മൂവി പോയി കാണുക, വേറെ ലെവൽ ഓഫ് എക്സ്പീരിയൻസ് ആയിരിക്കും. അത് ഈ ട്രെയിലറിൽ തന്നെ കാണിച്ചിട്ടുണ്ട്. ട്രെയിലറും വേണ്ട, അവസാനത്തെ മമ്മൂക്കയുടെ ഒരു സീക്വൻസ് അത് മാത്രം മതി മൂവി ഏത് ലെവലാണെന്നുള്ള കാര്യം. ഫുള്ളി ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. അതൊക്കെ എങ്ങനെ കണ്ടിരിക്കുന്നു ഒരു കിടിലം തിയേറ്റർ എക്സ്പീരിയൻസ് മിസ് ചെയ്യരുത്, പോയി കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ആ ഒരു എക്സ്പീരിയൻസ് ഉള്ള കാര്യം. സോ ഓൾറെഡി ട്രെയിലർ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താ വെച്ചാൽ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.